നെഹ്റുവിന്റെ കത്തുകളുടെ ശേഖരം തിരികെ വേണം. രാഹുലിനോട് കേന്ദ്രം. UPA സർക്കാരിന്റെ ഭരണകാലത്ത് 2008-ൽ സോണിയാഗാന്ധിക്ക് കിട്ടിയ ജവഹർലാൽ നെഹ്റുവിന്റെ സ്വകാര്യ കത്തുകൾ തിരികെ നൽകണമെന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. ഇത് സംബന്ധിച്ച് PMML അംഗം റിസ്വാൻ ഖാദ്രി ഡിസംബർ 10-ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി. സോണിയാഗാന്ധിയുടെ കൈവശമുള്ള കത്തുകൾ തിരികെ നൽകണമെന്നും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പികളോ ഡിജിറ്റൽ പകർപ്പുകളോ ലഭ്യമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. സെപ്റ്റംബറിൽ സോണിയാഗാന്ധിയോട് സമാനമായ അഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരം 2008-ൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും അന്നുമുതൽ സ്വകാര്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന കത്തുകളാണ് തിരികെ ആവശ്യപ്പെട്ടത്. 1971-ലാണ് നെഹ്റു മെമ്മോറിയൽ ഫണ്ട് നെഹ്റുവിന്റെ കത്തുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വസ്തുക്കൾ മുമ്പ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം എന്നറിയപ്പെട്ടിരുന്ന PMMLന് കൈമാറിയത്. ഐൻസ്റ്റീൻ, ജയപ്രകാശ് നാരായണൻ, എഡ്വിന മൗണ്ട് ബാറ്റൺ, പത്മജ നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസഫലെ, ബാബു ജഗജീവൻ റാം തുടങ്ങിയവർക്കെഴുതിയ കത്തുകളും ഇതിൽ ഉൾപ്പെടുന്നു. നെഹ്റു കുടുംബത്തിന് വ്യക്തിപരമായ പ്രാധാന്യമുള്ളതാണ് ഈ രേഖകളെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഇവ ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും വലിയ ഗുണം ചെയ്യുമെന്നതിനാൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് PMML കത്തിൽ പറയുന്നു. കത്തുകൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഒരു നിർണായക കാലഘട്ടത്തിലേക്ക് അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്നതിനാൽ PMML സ്ഥാപനത്തിന്റെ ആർക്കൈവുകളിലേക്ക് അവ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ രേഖകൾ നെഹ്റു കുടുംബത്തിന് വ്യക്തിപരമായ പ്രാധാന്യം നൽകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഈ ചരിത്ര സാമഗ്രികൾ കൂടുതൽ വ്യാപകമായി ആക്സസ് ചെയ്യാവുന്നത് പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് PMML വിശ്വസിക്കുന്നു, കത്തിൽ പറയുന്നു. കത്തുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് PMMLന്റെ കത്ത് പുറത്തുവന്നതോടെ ഗാന്ധി കുടുംബത്തെ പരിഹസിച്ച് BJP രംഗത്തെത്തി. മുൻ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ കത്തിടപാടുകൾ ഗേറ്റ് കീപ്പ് ചെയ്തതിന് പിന്നിലെ ഉദ്ദേശത്തെ BJP IT സെൽ ഇൻചാർജ് അമിത് മാളവ്യ എക്സിലെ ഒരു പോസ്റ്റിൽ ചോദ്യം ചെയ്തു.